പോഷൻ പക്വാഡയുടെ ഭാഗമായി ഏപ്രിൽ 22-ാം തീയതി സംഘടിപ്പിക്കേണ്ട പരിപാടികളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അന്നേ ദിവസം 4 പരിപാടികളാണ് സംഘടിപ്പിക്കേണ്ടത്. അതിൽ ഒന്നാമത്തെ പരിപാടി വേൾഡ് എർത്ത് ഡേ അഥവാ ലോക ഭൗമദിനത്തോടനുബന്ധിച്ച് പക്ഷിമൃഗാദികൾക്കായിട്ട് കുടിവെള്ളപാത്രം സജ്ജീകരിക്കലാണ്. കുട്ടികളിലെ സ്ക്രീൻ ടൈം കുറക്കുക, അതോടൊപ്പം കുട്ടികളിൽ പരിസ്ഥിതി ബോധവും സഹജീവി സ്നേഹവും വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പരിപാടി സംഘടിപ്പിക്കേണ്ടത്. പ്രീ സ്കൂൾ കുട്ടികളുടെ രക്ഷിതാക്കളുടെ സഹായത്തോടു കൂടി കുട്ടികളുടെ വീടിന്റെ പരിസരത്ത് പക്ഷിമൃഗാദികൾക്ക് ഈ കടുത്ത വേനലിൽ ദാഹമകറ്റുന്നതിനായിട്ട് 1-2 പാത്രങ്ങളിൽ സുരക്ഷിതമായ രീതിയിൽ കുടിവെള്ളം സജ്ജീകരിക്കുകയാണ് ഈ പ്രവർത്തനത്തിലൂടെ ചെയ്യേണ്ടത്. അതോടൊപ്പം കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് പക്ഷിമൃഗാദികൾക്ക് യാതൊരുവിധ ശല്യവും ഇല്ലാത്ത രീതിയിൽ അവയെ നിരീക്ഷിക്കാൻ സൗകര്യമൊരുക്കി കൊടുക്കുവാനും വെള്ളം കുടിക്കുവാനെത്തുന്ന പക്ഷികളെയും മൃഗങ്ങളെയും കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാനും രക്ഷിതാക്കൾക്ക് നിർദ്ദേശം നൽകേണ്ടതാണ്. ഈ പ്രവർത്തനം ജനന്തോളം ഡാഷ്ബോർഡിൽ റോൾ ഓഫ് പാരന്റ്സ് ആൻഡ് കമ്മ്യൂണിറ്റി ഇൻ മിനിമൈസിംഗ് സ്ക്രീൻ ടൈം എന്ന തീമിൽ പ്രൊമോഷൻ ഓഫ് ഔട്ട്ഡോർ ഗെയിംസ്, ഫിസിക്കൽ ആക്ടിവിറ്റീസ്, സ്പോർട്സ് ആൻഡ് യോഗ എന്ന ആക്ടിവിറ്റി ആയിട്ടാണ് രേഖപ്പെടുത്തേണ്ടത്. അന്നേ ദിവസത്തെ രണ്ടാമത്തെ പ്രവർത്തനം കളിയധിഷ്ഠിതമായ പഠനം എന്ന വിഷയത്തെ ആസ്പദമാക്കി കുട്ടികളുടെ അമ്മമാർക്ക് ബോധവൽക്കരണ ക്ലാസ് നൽകുകയാണ് വേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട ലഘുവായിട്ടുള്ള നോട്ട് ഈ ഒരു വീഡിയോയുടെ അവസാനത്തിൽ നൽകിയിട്ടുണ്ട്. ഈ പ്രവർത്തനം ജനന്തോളം ഡാഷ്ബോർഡിൽ പ്ലേ ബേസ്ഡ് എഡ്യൂക്കേഷൻ ഇൻ ഏർലി ഇയേഴ്സ് എന്ന തീമിൽ ഡിസ്കഷൻ ഓൺ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലേ ആൻഡ് ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് എന്ന ആക്ടിവിറ്റി ആയിട്ടാണ് രേഖപ്പെടുത്തേണ്ടത്. അന്നേ ദിവസത്തെ മൂന്നാമത്തെ പരിപാടി പോഷൻ ഷോ എന്ന പേരിൽ പ്രച്ഛന്ന വേഷ പരിപാടി സംഘടിപ്പിക്കുകയാണ് വേണ്ടത്. പ്രീ സ്കൂൾ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയുടെ മുഖംമൂടി, വസ്ത്രങ്ങൾ എന്നിവ ധരിച്ചുകൊണ്ട് പ്രച്ഛന്ന വേഷ പരിപാടി സംഘടിപ്പിക്കുകയാണ് വേണ്ടത്. അതോടൊപ്പം ഈ പരിപാടിയുടെ ഭാഗമായി ഓരോ കുട്ടികളും ധരിച്ചു വരുന്ന പഴങ്ങളുടെയും പച്ചക്കറികളുടെയും പേര്, നിറം, മറ്റു ഗുണഗണങ്ങൾ എന്നിവ എല്ലാ കുട്ടികൾക്കും വിശദീകരിച്ചു നൽകാൻ ടീച്ചർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ പരിപാടി ജനന്തോളം ഡാഷ്ബോർഡിൽ പ്ലേ ബേസ്ഡ് എഡ്യൂക്കേഷൻ ഇൻ ഏർലി ഇയേഴ്സ് എന്ന തീമിൽ നൻഹേ കലാകാർ, റോൾ പ്ലേ, ഫോക്ക് ആർട്ട് ഡെമോൺസ്ട്രേഷൻസ്, പസിൽ ആൻഡ് ഡ്രാമ എന്ന ആക്ടിവിറ്റി ആയിട്ടാണ് രേഖപ്പെടുത്തേണ്ടത്. അന്നേ ദിവസത്തെ നാലാമത്തെ പരിപാടി സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ് ആണ്. അന്നേ ദിവസം നടത്തിയിട്ടുള്ള വിവിധ പരിപാടികളുടെ ഫോട്ടോയും പോഷൻ പക്വാഡയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു വിശദാംശങ്ങളും ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുകയും വാട്സപ്പ് സ്റ്റാറ്റസ് വെക്കുകയുമാണ് ഈ പരിപാടിയിലൂടെ ചെയ്യേണ്ടത്. ഈ പരിപാടി ജനന്തോളം ഡാഷ്ബോർഡിൽ അതേഴ്സ് എന്ന തീമിൽ IEC ഡിസമിനേഷൻ എന്ന ആക്ടിവിറ്റി ആയിട്ടാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ഈ 4 പരിപാടികളാണ് ഏപ്രിൽ 22-ാം തീയതി ബുധനാഴ്ച പോഷൻ പക്വാഡയുടെ ഭാഗമായി അംഗൻവാടി തലത്തിൽ സംഘടിപ്പിക്കേണ്ടത്. വരും ദിവസങ്ങളിലെ പരിപാടികളുടെ വിശദാംശങ്ങൾ തുടർന്നുള്ള വീഡിയോകളിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും തുടർന്നും ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ പോഷൻ മാസ്റ്റർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തതായി കളി അധിഷ്ഠിതമായിട്ടുള്ള പഠനം എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള ചെറിയ നോട്ട് നിങ്ങൾക്ക് തുടർന്ന് വായിക്കാൻ സാധിക്കുന്നതാണ്.